ഹലോ ഗൈസ്, ഞങ്ങൾ താന്നി ബീച്ചിലോട്ടാണ് പോണത് കേട്ടോ. അന്ന് നമ്മൾ താന്നി ബീച്ചിൽ പോയില്ലേ, അപ്പോൾ ഇന്ന് നമ്മൾ താന്നി ബീച്ചിലോട്ടാണ് പോകുന്നത്. എപ്പോ നോക്കിയാലും താന്നി ബീച്ചിലാണ് പോണത്. അവിടെ ഫുഡൊന്നും കിട്ടത്തില്ല കേട്ടോ. കൊല്ലം ബീച്ചിലാകുമ്പോൾ ഫുഡൊക്കെ കിട്ടും. അളമ്പാണ് കേട്ടോ. കടപ്പാക്കടക്ക് പടക്കം കട എന്നൊക്കെയാ പറയുന്നത്. അവിടെ ഈ സേനാപതി അടിച്ചിട്ട് വരും. പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കും. സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് അത് കയറി സ്റ്റോട്ടിൽ കയറും രണ്ടു കാലവും. ഇപ്പോൾ നമ്മൾ തട്ടാമല വഴിയാണ് താന്നി ബീച്ചിലോട്ട് പോകുന്നത് കേട്ടോ. തട്ടാമല, കൂട്ടിക്കട അങ്ങനെയാണ് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ താന്നി ബീച്ചിൽ നിൽക്കത്തില്ല, നേരെ നമ്മൾ പരവൂര് പോകും. ഇപ്പോൾ നമ്മൾ പിണക്ക എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മുടെ സ്ഥലം. ബീച്ചല്ലടാ, പാലം. നമ്മൾ അന്ന് പോയ താന്നിയിലോട്ട് പോയ പാലം ഇത്. ഈ കായല് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? മരിച്ചു, ചാടിയാ മരിച്ചു. ബീച്ചിലോട്ട് പോകുമ്പോൾ താണ്ട അടിപൊളി ഒരു ക്ഷേത്രം നോക്കാൻ, ഒരു സ്കൂള് കണ്ടോ, നല്ല അടിപൊളി ഒരു സ്കൂള്, പഴയ കാലത്തെ സ്കൂള്, പഴയ നൊസ്റ്റാളജിയൊക്കെ ഫീൽ ചെയ്യും നമുക്ക് സ്കൂൾ കാണുമ്പോൾ. നോക്കാൻ അടിപൊളിയല്ലേ. തിരിച്ചു പോവാ, പേടിച്ചിട്ട് പറയാ. അങ്ങനെ നമ്മൾ താന്നി ബീച്ചെത്തി. താന്നി ബീച്ചിലോട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കാണ്. അവിടെല്ലാം കാറുകളൊക്കെ ഒരുപാട്. അന്ന് നമ്മൾ അവധി ദിവസമല്ല വന്നത്. അപ്പോൾ അവിടെയാണ് താന്നി കായൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വള്ളത്തിനും ചുണ്ടുണ്ട് ഷംനാദെ, ചുണ്ടില്ലാത്ത ഒരു വള്ളമില്ല. ഇവിടെ റിസോർട്ടാണ് കേട്ടോ, ചെറിയ അടിപൊളി റിസോർട്ട്. നോക്കെ താന്നി ബീച്ച് എന്നാൽ അവിടെ പറ്റിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞങ്ങളൊരു ചായക്ക് 20 രൂപ വെച്ച് വാങ്ങിച്ച് ഞങ്ങളൊരു ചായയും പിന്നെ ചെറിയ തണ്ണിമത്തങ്ങ ജ്യൂസ് 2 വാങ്ങിച്ച്. പിന്നെന്തോ മേടിച്ചത്, പിന്നെ എന്താണ്ടോ മേടിച്ചത്, അല്ലാണ്ട് 500 രൂപയ്ക്ക് അടുത്തായി. മാമൂസൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് 500 രൂപയ്ക്ക് അടുത്തായി. പറ്റിപ്പായിരുന്നു. ചായ 20 രൂപ മേടിച്ച്. ഇപ്പം വില കൂടിക്കാണ്. ഇപ്പം അങ്ങനെ നമ്മൾ താന്നി ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാ മക്കളെ? അങ്ങനെ താന്നിൽ ബീച്ചിലെത്തി കേട്ടോ. ഞങ്ങളുടെ ബാഗ് വെച്ച് മറന്നിട്ടാണ് ഞങ്ങൾ അളിയൻ അങ്ങനെ ആട്ടോയിൽ വന്നത്. നമ്മളെ വണ്ടി അവിടെ ഒതുക്കി അങ്ങനെ നേരെ നമ്മൾ താണ്ടേ ആട്ടോ. വാളിയാ ഇറങ്ങളിയാ, ബീച്ചിലോട്ട് ഇറങ്ങ്. അനുസരണയുള്ള അളിയനാ താണ്ട, അളിയൻ്റെ വണ്ടി. നീ എന്തേ പോണാ? അതാ കാറിൻ്റെ അടുത്ത് പോയി കാറിൻ്റെ റോഡി ടയർ കിടക്കുന്നുണ്ട്. തിര കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല തിരയാണ്. തിര സുഹൃത്തുക്കളെ താണ്ട കണ്ടോ, മൊത്തം ഇടിഞ്ഞ് കയറി. നല്ല മഴക്കോളാണ് കേട്ടോ. താണ്ട മഴക്കോളം നോക്കേ, അടിപൊളി. മഴ പെയ്യുന്നുണ്ട്. മഴ ഓടിക്കോ, മഴയായി.
നല്ല നോക്കെ നല്ല തിരയുണ്ട്. തമിഴ്നാട്ടുകാരാണ് കേട്ടോ, ആ വണ്ടിയിൽ വന്ന ആൾക്കാരത് ഫുള്ളും. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ താണ്ട് നമ്മുടെ പരവൂര് വന്നു കേട്ടോ. പരവൂര് വന്ന് നമ്മൾ താണ്ട് ഇവിടെ കുറേ ആൾക്കാർ കടലിൽ ഇറങ്ങി കുളിക്കുന്നു. അവരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്ന കേട്ടോ. അവിടെ ഒരു ടൂറിസ്റ്റ് ബസ് കിടക്കുന്നുണ്ട് ഇവിടെ, തമിഴ്നാട് ബസ്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്തൂടെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റ്. സൂര്യന് അസ്തമയം ഒന്നുമില്ല, മഴക്കോള് കാരണം ഇരുണ്ട് കിടക്കുകയാണ് ഇവിടെ എല്ലാം കണ്ടോ. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അതായത് ഒരുപാട് പഴക്കമുള്ള പള്ളി. ഏതാണ്ട് 400 വർഷം പഴക്കമുള്ള പള്ളി എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. പക്ഷേ ഞങ്ങൾ ഇന്നാളെ വന്ന് അതിനകത്ത് കയറിയപ്പോൾ കറക്റ്റാണ് ആ ഒരു പഴക്കത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് പള്ളി. ഇതുകൊണ്ട് ഇതിൻ്റെ അപ്പുറം ഒരു പള്ളിയുണ്ട്, അതാണ് ഞങ്ങൾ അന്ന് കയറിയ പള്ളി. ഇതൊരു വേറൊരു പള്ളിയാണ്, ഇത് പഴക്കമുള്ള പള്ളിയാണ്. ആ ബാക്കിൽ കാണുന്നത് കേട്ടോ, ഫ്രണ്ടിലൊക്കെ എനിക്കൊന്ന് പുതിയതായിട്ട് വെച്ച് കെട്ടിയതാണ്. നല്ല കാറ്റാണ്, കാറ്റുള്ളത് കൊണ്ട് നമുക്ക് പറയുന്ന എന്തോ കേൾക്കാൻ പറ്റുന്നില്ല. പള്ളിയാണ് കേട്ടോ, ഒരു മുസ്ലിം പള്ളിയാണ്, നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ്. പിന്നെ അങ്ങ് കുറച്ച് ദൂരെ ഒരു പള്ളി കാണുന്നുണ്ടോ, അവിടെ ഒരു പള്ളിയുണ്ട്, അത് പുതിയ പള്ളിയാണ് കേട്ടോ. നല്ല മഴയുണ്ട്. പിന്നെ നമ്മളതുകൊണ്ട് ആ കുറച്ച് കാട് കാണുന്നുണ്ടോ, അവിടെ നിന്ന് അകത്തോട്ട് പോകുമ്പോഴാണ് ഒരു പഴക്കമുള്ള 400 വർഷം പഴക്കമുള്ള ഒരു പള്ളി. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. വണ്ടി ഇവിടെ കൊണ്ട് വിട്ടിരിക്കുകയാണ്. നമ്മൾ പോണിടത്തൊക്കെ മഴയാണ് കേട്ടോ ഗൈസ്, നമ്മൾ പോണിടത്തെല്ലാം മഴയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട് വണ്ടി താണ്ട ഇതാണ് കേട്ടോ. അപ്പോൾ അവർ കണ്ടോ ഫുഡൊക്കെ വെച്ച് ബാക്കിൽ ചെമ്പ്, പാത്രങ്ങൾ, അടുപ്പ് എല്ലാം സെറ്റപ്പും ഉണ്ട്. നമ്മളങ്ങനെ കാപ്പിൽ ബീച്ചിലോട്ട് എത്തി കേട്ടോ. അതാ ഇവിടെ ഒരു തമിഴ്നാട്ടുകാരുടെ ബസ് വന്ന് കിടക്കുന്നുണ്ടോ, എന്നാ സെറ്റപ്പാന്ന് നോക്കേ. ലൈറ്റൊക്കെ ഇട്ടതോ, മ്യൂസിക്കൊക്കെ ഇട്ട് അടിച്ച് പൊളിക്കുന്നത്. അമ്നാതെ ഇരിക്കുന്നു. നല്ല ഇരുട്ടായി കേസ്, നല്ല ഇരുട്ടാണ്. നമ്മളെന്തായാലും താണ്ട കാപ്പിൽ ബീച്ചിലോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു കടലും കായലും കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല മഴക്കോള്. ഞങ്ങൾ കാർ അങ്ങിട്ടിട്ടാണ് വന്നത്, മഴ പെയ്താൽ പെട്ടെന്ന് കാറിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ കാറ് പോയി എടുക്കാനായിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളെന്തായാലും താണ്ട് ഇങ്ങോട്ട് വന്ന്. ഇതാണ് സുഹൃത്തെ നമ്മുടെ കാപ്പിൽ പാലം, ഇതാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കിടന്ന് കുളിക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ. അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഒരുപാട് ഇരുട്ടി കേട്ടോ. ഞങ്ങൾ ഇനി വന്നപ്പോഴേ ഒരുപാട് ഇരുട്ടി. നമ്മളിനി നേരെ അങ്ങോട്ട് പോകണം. നമ്മളെ വണ്ടി ഇതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ പാർക്കിങ് കിട്ടാൻ പാടാണ്, നല്ല ഇരുട്ടായി കേസ്. നമ്മളിപ്പോൾ ഒരു 6:45 ആയി കേട്ടോ. 6:45 ഇവിടെ വന്നൊന്നും കാണാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ ഒരുപാട് താമസിച്ചാണ് വന്നത്. ഇവിടെ കണ്ടോ ആഴമൊന്നുമില്ല, എല്ലാവർക്കും ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. അത്രയും അവിടെ 2 പേര് നിന്ന് കുളിക്കുന്നു. ഇരുട്ടായിട്ട് കാണാൻ പറ്റത്തില്ല കണ്ടോ, ഇരുട്ട്. മണി ഇപ്പോൾ 6:45 ആയി. നല്ല ഇരുട്ടാണ്. ഈ കാറ്റാടി മരങ്ങളാണ് ഫുള്ള് കേട്ടോ, കാറ്റാടി മരങ്ങളും നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. എന്തായാലും നമുക്ക് പിന്നെ ഒരു ദിവസം ബൈക്കിൽ ഇച്ചിരി നേരത്തെ വരാം ഇവിടെ. നമ്മൾ ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബൈക്കിൽ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് വരാൻ നല്ലൊരു ഇതാണ്. ക്യാമറ സെറ്റ് ചെയ്തിഞ്ഞ് വരാമല്ലോ. അതുകൊണ്ടോ തെരുവിളക്കുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, കത്താത്തയാന്ന് തോന്നുന്നു. കുറേ തൂണുകളൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നു. നല്ല തിരക്ക്, വഴിവിളക്കൊക്കെ തെളിഞ്ഞ് കേട്ടോ. നല്ല വെട്ടമുണ്ട് ഇപ്പോൾ, അടിപൊളി. ഇതാണ്ട് ഇവിടെ മൊത്തം ഫുള്ള് നീലാകാശം കണക്കായി, ഫുള്ള് നീല കളർ. ഇപ്പോൾ നമ്മൾ ഏകദേശം എൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതാണ്ട് പൊളിയാണ്, പൊളി അടിപൊളി സ്ഥലം.
വെള്ളമാണല്ലേ? മരിച്ചു പോകും. മരിച്ചു പോവോ? ഒട്ടകന്നൊക്കെ കാണിക്കും. അത് ശരി. അവിടെയൊക്കെ പോകുമ്പോ അവിടെയൊക്കെ പോകുമ്പോ നിൽക്കാവോ? ആണോ? അത് ശരി. എല്ലാം ഇയാൾക്ക് അറിയാല്ലേ? ഇങ്ങോട്ട് നോക്കടാ. കുടിക്കാൻ ഓ, അവിടേക്ക് എവിടെ പോയില്ല. നമുക്ക് കുളിക്കാൻ പറ്റും, പക്ഷെ എന്താണ് ഇരുട്ടായി പോയതുകൊണ്ട് അത് നടക്കത്തില്ല. നല്ല ഇരുട്ടായി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ദാണ്ട് എൻഡിൽ വന്നു. ഇവിടെയാണ് കടലും കായലും ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലം. കണ്ടോ? നല്ല ഇരുട്ടാണ് സുഹൃത്തുക്കളെ, അതുകൊണ്ട് കാണാനൊന്നും പറ്റത്തില്ല. ഇവിടെ ലൈറ്റൊന്നുമില്ല. ആദമേ, ഈ പേടിയാണ് ഇവിടെ കാണുമ്പോ. പേടിയാവുന്ന